ഈ കുടുംബങ്ങൾക്ക് ഇത്രയും അധികം ഈ സങ്കടം ഉണ്ട്, നമുക്ക് മനസ്സിലാവുന്നു. പ്രേക്ഷകർ ഓരോരുത്തർക്കും സങ്കടമുണ്ട് എങ്കിൽ ഈ കുടുംബങ്ങളുടെ വേദന അത് എത്രത്തോളമായിരിക്കും, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ കഴിയുന്നതിലും എത്രയോ അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കമുള്ളവർ അവിടേക്ക് എത്തുന്നത്, ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ, ഈ 4 പെൺകുഞ്ഞുങ്ങളെ യാത്രയാക്കാൻ. അവരൊരുമിച്ച് ചെറുപ്പം മുതൽ കളിച്ചു വളർന്നവരാണ്. ഓരോ കാര്യത്തിലും ഒരുമിച്ചായിരുന്നു, എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നവരായിരിക്കണം. ഇവർ തമ്മിലുള്ള എത്ര കാര്യങ്ങളുണ്ടാവും. ഒരുപാട് ആസ്വദിച്ചിരുന്നത്, പങ്കുവച്ചിരുന്നത്, ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ബാക്കിയാക്കി പോവുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന മക്കൾക്കും ഇതെല്ലാം താങ്ങാൻ കരുത്തുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക മാത്രമാണ് ഈ സാഹചര്യത്തിൽ. അരുൺ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ പൊതുദർശനം ബാക്കിയുള്ളൂ എന്നറിയാം. അപ്പോഴേക്കും അവിടെ നിന്നും പള്ളിയിലേക്ക് ഈ ഭൗതികദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുമല്ലോ. പൊതുദർശനം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യൂവിൽ കാണുന്ന ആളുകളെ കടത്തി വിട്ടതിന് ശേഷം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. 9:51 10 മണിയോടുകൂടിയാണ് ഖബറടക്കം തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ പള്ളിപ്പറമ്പിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി മൃതദേഹങ്ങൾ പള്ളിപ്പറമ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. മയ്യത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ളവ അവിടെ നടത്തേണ്ടതുള്ളത് കൊണ്ട് വളരെ വേഗം തന്നെ 4 മൃതദേഹങ്ങളും പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളെ വളരെ വേഗത്തിൽ തന്നെ കടത്തിവിടുകയാണ്. പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ കൂട്ടമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകിക്കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതുമായിരിക്കും. അങ്ങനെ ജുമാ നമസ്കാരത്തിന് മുമ്പ് സംസ്കാരം നടക്കാനുള്ള സാധ്യതയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ വരുന്നത് നോക്കാതെ വളരെ വേഗം തന്നെ മൃതദേഹങ്ങൾ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എത്രയും വേഗം തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മൃതദേഹം പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. 4 പേർക്കും കൂട്ടക്കബറിടമാണ് ഒരുക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ സുഹൃത്തുക്കളായവർ മരണത്തിലും അല്ലെങ്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഒരുമിച്ചാണ്. അതാണ് ജീവിതത്തിൻ്റെ യാദൃച്ഛികകൾ, ആകസ്മികതകളൊക്കെ അങ്ങനെയാണ്. മനുഷ്യജീവനും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ അതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ആ നഷ്ടത്തെ നികത്താനോ അല്ലെങ്കിൽ ആ വേദനയിൽ നിന്ന് മുക്തരാകാനോ കഴിയില്ല. ആ കുടുംബത്തിനൊപ്പം ഈ നാടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ ആ വേദനയിൽ ഈ കുടുംബം പങ്കുചേരുകയാണ്. അവർ മാത്രമല്ല, ഈ കുട്ടികളുടെ കൂട്ടുകാരുടെ വേദന, അവരുടെ അധ്യാപകരുടെ വേദനയൊക്കെ അത് ഒരു വേദനയെ തന്നെ അവരുടെ ജീവിതകാലത്ത് തുടരും. പക്ഷേ നമുക്ക് ജീവിതമാണ് നേരത്തെ പറഞ്ഞാൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദുരന്തം വേദനയെ തുടരുമ്പോഴും എല്ലാവരും കരിമ്പരക്കൽ ഹാളിൽ വലിയ തിരക്കാണ്. യാത്രയാക്കാനുള്ള തിരക്ക്, കൂട്ടുകാരികൾക്ക് അന്ത്യപ്രണാമം അർപ്പിക്കാനുള്ള തിരക്ക്. സ്കൂൾ യൂണിഫോമിലടക്കം നിരവധി കൂട്ടുകാരികൾ വരുന്നു, അധ്യാപകരെത്തുന്നു, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. പലർക്കും കണ്ണീരങ്ങനെ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്ന ഒരു വലിയ നിലവിളിയായി. ചിലർക്കൊക്കെ അതങ്ങനെ ചാലിട്ടൊഴുകുന്നുണ്ട്. അപ്പോഴും പറഞ്ഞറിയിക്കാനാവാത്ത അഗാധമായ ദുഃഖത്തിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ചില മനുഷ്യർ. ദുഃഖത്തിന്റെ പല മുഖങ്ങളാണ് കാണാനാവുക ഈ കരിമ്പനക്കൽ ഹാളിലും. വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു ഇവരൊക്കെ ഈ അന്ത്യോപചാരം അർപ്പിക്കാനായി വീടുകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഹാളിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഏറെ പ്രത്യേകതകളുള്ള, വിശ്വാസികൾക്ക് ഏറെ പ്രത്യേകതയുള്ള വിശുദ്ധ ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. ജുമാ നമസ്കാരത്തിന് മുന്നോടിയായി തന്നെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ 10 മണിക്ക് തന്നെ ഈ 4 പേരെയും പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. അല്പസമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സമയം 9:54 ആയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെത്രയോ സമയം മുൻപ് തന്നെ പള്ളിപ്പറമ്പിൽ ഒരുമിച്ച് ദേഹങ്ങൾ അടക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അത് നേരത്തെ ഇംതിയാസ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും ചെറിയ ചാറ്റമഴയുണ്ട്. കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പ്രകൃതി പോലും അത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമാക്കിക്കൊണ്ട് നിൽക്കുകയാണോ, ചെറിയ സങ്കടം, വിതുമ്പൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും. അരുൺ, ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അവിടെ നിന്നും, അല്ലേ?
അതെ, തീർച്ചയായിട്ടും അല്പസമയത്തിന് മൃതദേഹം പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും. മോത്തി പറഞ്ഞതുപോലെ പ്രകൃതിയും ഒരു വിങ്ങലോടെ നിൽക്കുകയാണ് തന്നെ പറയേണ്ടി വരും. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ട്, അത് പെയ്തൊഴിയുന്നില്ല. അങ്ങനെ മനുഷ്യ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രകൃതിയും എന്ന് പറയേണ്ടി വരും. ആ മനുഷ്യന്റെ മനസ്സിലെ വിഷമത്തെ ശരി അരുൺ, ഏതായാലും ഈ ദുഃഖകരമായ അവസ്ഥ അതായി ഇനി എന്താണ് എന്ന ഒരു ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് 4 പേരെയും കൊണ്ടുപോകുന്നു. കരിമ്പയിലുണ്ടായ അപകടത്തിൽ 4 പെൺകുഞ്ഞുങ്ങളാണ് നമുക്ക് മലയാളികൾക്ക് നഷ്ടപ്പെട്ടത്.